നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ഐമനത്തെ 4 അതുപോലെ തന്നെ 15 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന തെക്കേക്കര പാലത്തിലാണ്. ഈ ഒരു പാലത്തിൻ്റെ അവസ്ഥ നമുക്കിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഏത് നിമിഷം വേണേലും പൊളിഞ്ഞ് താഴെ വീഴാവുന്ന രീതിയിലാണ്. പലതവണ പരാതികൾ നമ്മുടെ അധികാരികൾക്ക് മുമ്പിൽ എത്തിച്ചിട്ടും യാതൊരു നടപടിയും അല്ലെങ്കിൽ ആരും പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണെന്നാണ് ഈ ഒരു പ്രദേശവാസികൾ ഉൾപ്പെടെ ഇപ്പോൾ പരാതി പറയുന്നത്. ഈ ഒരു മഴയത്ത് വെള്ളം ഉൾപ്പെടെ ഇതിന് മണ്ടയിലൂടെ കുത്തിയൊലിച്ചു പോകുന്നൊരു സാഹചര്യമാണ്. തടിയിലാണ് ഈ ഒരു പാലം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 4 വർഷത്തോളം പഴക്കമുണ്ട്. വെള്ളം കയറുന്നതനുസരിച്ച് ഈ ഒരു പാലത്തിന് വലിയ രീതിയിൽ തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏത് നിമിഷം വേണേലും അല്ലെങ്കിൽ താഴെ വീഴാവുന്നത് അല്ലെങ്കിൽ പൊളിഞ്ഞ് താഴെ വീഴാവുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു പാലം നിൽക്കുന്നത്. എന്തായാലും അടിയന്തരമായി തന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ അധികാരികൾ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോട്ടയം ഐമനം തെക്കേക്കര പ്രാപ്പുഴ പാലത്തിലൂടെയുള്ള യാത്ര ജീവൻ പണയം വെച്ചുള്ള യാത്ര തന്നെയാണ്. പാലം അപകടാവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ഏത് നിമിഷം വേണേലും തകർന്നു വീഴാവുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പാലത്തിന്റെ സ്ഥിതി. മീനച്ചിലാറിന് കുറുകെയുള്ള പ്രാപ്പുഴ പാലം ഐമനം പഞ്ചായത്തിലെ 4-15 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പാലം കൂടിയാണ്. ദിവസേന സ്കൂൾ കുട്ടികളും ഓഫീസിലേക്ക് ജോലിക്ക് പോകുന്നവരും ആശ്രയിക്കുന്നത് ഈ പാലത്തെ തന്നെ. കനത്ത മഴ പെയ്താൽ പാലം മുങ്ങിപ്പോകുന്ന അവസ്ഥയാണിപ്പോൾ. ഇരുമ്പ് തൂണുകളിലാണ് പാലം ബന്ധിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞത് കാരണം പാലത്തിന്റെ തടികളെല്ലാം ഒടിഞ്ഞു പോകാറായ അവസ്ഥയിലുമാണിപ്പോൾ. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അതിശക്തമായ മഴയിൽ പാലത്തിന്റെ സൈഡിലായി മാലിന്യങ്ങളും വന്നടിഞ്ഞു കിടക്കുകയാണ്. അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ ചെയ്തില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് തന്നെ കാരണമാകുമെന്നാണ് നാട്ടുകാരുടെ പക്ഷം. പ്രശ്നം തന്നെയായി മാറുകയില്ലേ? വലിയ പ്രശ്നം തന്നെയാണ്. വെള്ളം പൊങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1.5 കിലോമീറ്ററോളം ചുറ്റി അതിലേ പോകണം. ഈ പാലം ഉണ്ടെങ്കിൽ നേരെ അക്കരയ്ക്ക് കയറി പോകാൻ എളുപ്പമാണ്. ബസ്സിനാണെങ്കിലും പോകാനും പിള്ളേർക്ക് സ്കൂളിൽ പോകാനും എല്ലാം എളുപ്പം. ഇതിലെയാണ് നമുക്ക് എളുപ്പമുള്ള വഴി. ഇതിപ്പോൾ ഇങ്ങനെയായിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷമായി ഇങ്ങനെ കിടക്കുന്നുണ്ട്. എപ്പോഴും എല്ലാവരും പറയുന്നുണ്ട്. ഈയിടെ പേപ്പർ ഫോട്ടോ ഒക്കെ വന്നതാണ്. പിന്നെ ആരും കൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റിനോടും മെമ്പറിനും ഒക്കെ പരാതി എല്ലാം പറയുന്നുണ്ട്. ആരും വരുന്നില്ല. എത്ര കുടുംബങ്ങളുണ്ട് ഈ ഒരു പാലത്തെ ആശ്രയിച്ചു പോകുന്നത്? ഈ ഇവിടെ ഒരു 10-50 വീട്ടുകാരുണ്ട്. വീട് ഇത് തന്നെയുണ്ട്. രാത്രിയിലൊക്കെ കുട്ടികൾ ഉൾപ്പെടെ സ്കൂളിൽ പോയി വരുന്നതാണ്. ഇതിപ്പം പേടിയാണ്. ഇവിടെ നോക്കി നിൽക്കണം, ഒരാളെ നിൽക്കണം. ഈ മഴ പെയ്ത് കഴിയുമ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം വരുന്നത്? മഴ പെയ്തിപ്പോൾ നമ്മൾ വെള്ളം പൊങ്ങി കഴിഞ്ഞ് പെട്ടെന്ന് കയറിപ്പം ഈ വഴി മുഴുവൻ നമ്മൾ അപ്പുറത്തോട്ട് പള്ളിക്കൊലയ്ക്ക് പോകണത്തിന് ഒരു 1.5 കിലോമീറ്ററോളം പോകണം. വെള്ളം ഒറ്ററ്റം വെള്ളമാണ്, നീന്തി പോകണം. ഇതേ കൂടെ കയറി ഇപ്പോൾ കഴിഞ്ഞ വെള്ളം ഇതിന്റെ മേളിൽ കൂടെ കയറി ഒഴുകിയതാ. ഇതിപ്പം കുറച്ച് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതിലൂടെ ആവും. ഇവിടെ എല്ലാം കയറുന്നതാണ്. വെള്ളം കയറി കഴിഞ്ഞാൽ വലിയ പാടാ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ വല്ലതും പോകണേ തന്നെ ഇത് പാലം ഉണ്ടെങ്കിൽ നമുക്ക് നേരെ കയറിലോട്ട് കയറാം. ഇവിടെ എളുപ്പമുണ്ട്. നേരെ അങ്ങോട്ട് പോയി ഐമനത്തിന് പോകാം, എളുപ്പമാണ്. ഒത്തിരി ചുറ്റണം. അങ്ങ് പോകണം. 1.5 കിലോമീറ്ററോളം വെള്ളത്തിൽ കൂടെ തന്നെ നീന്തി പോകണം. മുട്ടറ്റം വെള്ളമുണ്ട്, നീന്തി പോകണം.